ഇതാണ് മക്കളെ മാജിക്. താടിയും മീശയും പിരിവും വളരാൻ ഒരു എളുപ്പമാർഗം. എന്താണ് പറയാം, വീഡിയോയിലേക്ക് പോകാം. സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും സൗന്ദര്യം എടുത്തറിയിപ്പിക്കുന്നത് മുഖത്ത് തന്നെയാണ്. മുഖത്തിന്റെ സൗന്ദര്യം പുരുഷന്മാരുടെ ഏറ്റവും കൂടുതൽ അറിയിപ്പിക്കുന്നത് എന്താണ്? താടിയും നല്ല കട്ടിയായിട്ടുള്ള മീശയും. സ്ത്രീകളുടെ ആണെങ്കിലോ കൺപീലിയും നല്ല കട്ടിയായിട്ടുള്ള ഐബ്രോസും. പലർക്കും ഈ ഒരു ഐബ്രോസും താടിയും മീശ ഇല്ലാത്തത് കൊണ്ട് വിഷമം നേരിടുന്ന പലരും ഉണ്ട്. അതിനുവേണ്ടി പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് പൈസ പോയവരും ഉണ്ട്. പല പല ഓയിലുകൾ മേടിച്ച് തേച്ചിട്ടും റിസൾട്ട് കിട്ടാത്ത പലരും ഉണ്ട്. വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു എളുപ്പ മാർഗം പറഞ്ഞു തരികയാണ്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കിട്ടിയില്ല എങ്കിൽ എന്നെ വന്ന് നിങ്ങൾ ചീത്ത വിളിച്ചോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പോലെ മാറ്റം കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. അതും നിങ്ങളുടെ റൂട്ടിൽ നിന്ന് വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കട്ടി താടി വളരാനും മീശ വളരാനും ഐബ്രോസ് വളരാനും സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒന്നിന്റെയും ആവശ്യമില്ല. ഇന്ന് പല ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അത് നമുക്ക് ഭാവിയിൽ മുന്നോട്ട് ചെല്ലും തോറും ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് രോമം വളരാൻ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന മീശയുടെ ഭാഗത്താണോ താടിയുടെ ഭാഗത്താണോ കൺപീലിലാണോ ഐബ്രോസിലാണോ എവിടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് രോമം വളരുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഇത് നമ്മൾ പറയാറില്ലേ മാജിക് എന്ന് പറയുന്നത്. ഇത് മാജിക് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ക്രീം നിങ്ങൾ എവിടാണ് നിങ്ങൾക്ക് രോമം വളരേണ്ടത് അവിടെ നിങ്ങൾ ഇട്ടിട്ട് തുടച്ചു നോക്ക്, വളരുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും നമുക്ക് ആ ക്രീം തയ്യാറാക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഒരു നിങ്ങൾക്കിപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ കാണുമല്ലോ, ആ ഓയില് നിങ്ങൾക്കിപ്പോൾ താടിയാണ് വളരണമെങ്കിൽ മീശയാണ് വളരണമെങ്കിൽ അവിടെ ഇട്ടിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു നോർമൽ രീതിയിൽ, ഹെവി മസാജ് അല്ല, ഒരു നോർമൽ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ പുരുഷന്മാരാണ് മീശയും താടിയും വളരണമെങ്കിൽ അവിടെ നിങ്ങൾ ഫുൾ ഷേവ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു റൂട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ ഇടുമ്പോൾ സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് ചെന്നിട്ട് വേരിൽ നിന്ന് തന്നെ വളർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ കൺപീലിയാണ് ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഇട്ട് നോർമൽ രീതിയിൽ മസാജ് കൊടുക്കണം. ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കിട്ടും, സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു സംഭവം, ആ ഒരു ക്രീം തയ്യാറാക്കാം. ഇട്ടിട്ടുള്ള മസാജ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. എന്തായാലും നമുക്ക് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വേണം. അത് 1 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ വേണ്ടത്. ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഞാനിപ്പം ഒരാഴ്ച അളവിനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്തത്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറുന്നതാണ്. ഈ ഒരു ക്രീം നിങ്ങൾ നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ക്രീം അങ്ങനെ തയ്യാറായിട്ടില്ല. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി നമുക്ക് ചേർക്കണം. ഈ ഒരു ക്രീം നിങ്ങൾക്ക് പുറത്ത് വെക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് 1 മിനിറ്റ് വെളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു ആവണക്കെണ്ണ അങ്ങാടി ഷോപ്പിൽ നിന്നും ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴിയൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. ആവണക്കെണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് രോമം വളരേണ്ടതെന്ന് അവിടെ ഇട്ടിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയുടെ നീരാണ്. അതായത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ നീര് വേണം. ഒരു 3-4 കൊച്ചുള്ളി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിപ്പോൾ സവാള നീര് വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ കൊച്ചുള്ളിയുടെ നീര് വേണമെങ്കിലും എടുക്കാം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കൊച്ചുള്ളിയുടെ നീരെടുക്കുന്നതാണ്. അങ്ങനെ 2 കൊച്ചുള്ളിയുടെ നീര് ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ആ ഒരു ക്രീമിലേക്ക്. അതിനുശേഷം ഇനി ഇത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ക്രീമായി മാറിയത് കണ്ടോ. ഈ ഒരു ക്രീം നിങ്ങൾക്ക് വളരെ റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ഒന്ന്
ചെയ്ത് നോക്കണേ. ഇത് ഇട്ടിട്ട് നിങ്ങളൊരു മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നാലേ നമ്മുടെ സെല്ലിലേക്ക്, അതായത് കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. ഇത് കണ്ടോ, ഇപ്പം നിങ്ങളുടെ താടി ഭാഗമാണെന്ന് കരുതുക. അവിടെ ഈ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഒന്ന് നമ്മുടെ കൈകൾ വെച്ചിട്ട് നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്മൾ ഇതൊരു മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോഴത്തേക്ക് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അവിടുത്തെ ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള വേരുകളൊക്കെ ജീവൻ വെക്കുകയൊക്കെ ചെയ്യും. ഇത് കണ്ടോ, ഇതേ രീതിയിൽ താടി ഫുള്ളായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പോൾ ഐബ്രോസിൻ്റെ ഭാഗത്താണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ ചെറിയ രീതിയിൽ ഞാൻ പിച്ചി കൊടുക്കത്തില്ല, അത് അങ്ങനെ പിച്ചിയൊക്കെ കൊടുക്കണം. ഇതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു വൈബ്രേറ്റും കൊടുത്തിട്ട് നിങ്ങൾ വിട്ടാൽ മതി. ഇത് നൈറ്റ് ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കഴിയുന്നതെങ്കിൽ അങ്ങനെ കഴിയുക. അതല്ലെങ്കിൽ ചെറുപയർ എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഫേസിൽ നിന്ന് നിങ്ങൾക്ക് കഴുകിക്കളയാം. നൈറ്റ് ഫുള്ള് ഇതിരിക്കണം സ്കിന്നിൽ, എന്നാലേ നമുക്ക് ആ ഒരു കിട്ടുള്ള റിസൾട്ട്. പിന്നെ ഐബ്രോസിൻ്റെ ഭാഗത്താണ് ഇതേ രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കണ്ടോ, ഞാൻ കാണിക്കുന്ന രീതിയുണ്ട്, ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പുറത്ത് വെക്കാനാണ് നിങ്ങളുടെ കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഈ ഒരു രീതിയിൽ ഈ ക്രീം അളവിൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് മാറ്റം പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്താൽ മതി. സംഭവം കിടുവാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. സംഭവം എന്തായാലും മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തയ്യാറാക്കിയതൊക്കെ കണ്ടോ, 100% ആണ് റിസൾട്ട്. എന്തായാലും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.